ഹലോ ഗൈസ്, ഈ ഒരു ഡിവൈസ് നമ്മൾ മുന്നേ പല വീഡിയോസിലും നമുക്ക് മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് TP-Linkന്റെ X55 എന്ന് പറഞ്ഞ ഒരു മെഷ് റൗട്ടറാണ്. ഇതിനകത്ത് ടോട്ടൽ 1, 2, 3 3 ഡിവൈസുകൾ വരുന്നുണ്ട്. ഈ ഒരു പ്രോഡക്റ്റിന് മാക്സിമം കപ്പാസിറ്റി 6500 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീടിന്റെ എല്ലാ മുക്കിലും മൂലയിലും നമ്മുടെ വൈഫൈന്റെ കംപ്ലീറ്റ് കണക്ഷൻ എത്താൻ പറ്റും. അതായത് നമ്മുടെ മെയിൻ റൗട്ടറിൽ 100 Mbps ആണെങ്കിൽ ഇതിനകത്ത് വരുന്ന എല്ലാ ഡിവൈസും നമ്മൾ കണക്ട് ചെയ്യുമ്പോഴും നമുക്ക് 100 Mbps കംപ്ലീറ്റ് സ്പീഡ് കിട്ടും. നമ്പർ 1 അതാണ്. പിന്നെ ഈ ഒരു ഡിവൈസ് ഇതിപ്പോ നമ്മൾ ഡയറക്റ്റ് മെയിൻ റൗട്ടറിൽ നിന്ന് നേരിട്ട് ഒരു വയർഡ് കണക്ഷനാണ് നമ്മുടെ ഈ മെയിൻ ഡിവൈസിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ 2 ഡിവൈസ് ഉണ്ട്. ഇത് നമുക്ക് വീടിന്റെ 2 മൾട്ടിപ്പിൾ കോർണറിലാണ് വെക്കേണ്ടത്. ഇതൊരു ലൂപ്പ് പോലെയാണ്. ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി രണ്ടും ജസ്റ്റ് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് കണക്ഷൻ അവിടേക്ക് കിട്ടുന്നതാണ്. സെയിം സ്പീഡായിരിക്കും. നമുക്ക് വയർഡായിട്ട് ഇതിനകത്ത് മറ്റുള്ള 2 ഡിവൈസിലേക്ക് വയർഡായിട്ട് കൊടുക്കാം, ജസ്റ്റ് വയർലെസ് ആയിട്ട് കൊടുക്കുക. ഈ സ്പീഡിന്റെ കാര്യത്തിൽ നല്ല സ്പീഡായിരിക്കും. പിന്നെ കുറച്ച് കമ്പാരിറ്റീവ്ലി നോർമൽ റിപ്പീറ്റർ അതല്ലെങ്കിൽ എക്സ്റ്റൻഡർ വൈഫൈ എക്സ്റ്റൻഡർ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു കോസ്റ്റ്ലി ആണ്. പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിൽ അതായത് പിന്നെ വരുന്നത് എന്താ വെച്ചാൽ ഈ നോർമലി നമ്മൾ എക്സ്റ്റൻഡർ വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്റ്റൻഡർ വെച്ച് അടുത്ത എക്സ്റ്റൻഡറിന്റെ അങ്ങോട്ട് അല്ലെങ്കിൽ അടുത്ത റൗട്ടറിന്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മളിപ്പോൾ കോളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഡിവൈസിന്റെ അടുത്ത് എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ചില സമയത്ത് നമുക്ക് എന്താവില്ല, ഒരു റൗട്ടറിൽ നിന്ന് അതല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഡറിൽ നിന്ന് മറ്റേ എക്സ്റ്റൻഡറിലോട്ട് വൈഫൈ SSID മാറിയിട്ട് കണക്ട് ആവില്ല. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ കോളൊക്കെ കട്ടായി പോകുന്നതാണ്. പക്ഷെ ഇതാകുമ്പോൾ അങ്ങനെയല്ല, എല്ലാ ഭാഗത്തും സിംഗിൾ SSID ആയിരിക്കും. സോ നമുക്ക് നെറ്റ് കണക്ട് ആയിട്ട് ഡിസ്കണക്ട് ആവുന്നതോ അല്ലെങ്കിൽ SSID മാറി കണക്ട് ചെയ്യേണ്ട അങ്ങനത്തെ ഒരു ഇഷ്യൂസും വരുന്നില്ല. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകൾ വരികയാണ്. അപ്പൊ ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു വൈഫൈ ഡിഫോൾട്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഏരിയ ഗസ്റ്റിന് എത്ര സ്പീഡിൽ എത്ര വേണമെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് നമുക്ക് പല SSIDസും ക്രിയേറ്റ് ചെയ്യാനും പറ്റും. നമുക്ക് മെയിൻ ആയിട്ട് SSIDയിൽ നമുക്ക് ഓൾവേസ് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ അങ്ങനെ ഒരുപാട് പല രീതിയിൽ നമുക്കിത് മാനേജ് ചെയ്യാം. വളരെ അധികം നമ്മുടെ വീട്ടിലുള്ള വൈഫൈ കംപ്ലീറ്റ് ആയിട്ട് ഈസി ആയിട്ട് നല്ല ഫുൾ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുന്നത് TP-Link എന്നുള്ള ബ്രാൻഡിലുള്ള മെഷ് റൗട്ടേഴ്സ് ആണ്. TP-Link ആണ് മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് മെഷ് റൗട്ടേഴ്സ് ഇറക്കുന്നത്. നമുക്ക് കമ്പാരിറ്റീവ്ലി റിപ്പീറ്റേഴ്സിനേക്കാൾ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷേ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ വീട്ടിൽ കംപ്ലീറ്റ് വെക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇതാണ്. കാരണം നമ്മളിപ്പോ ഒരു റൗട്ടർ പിന്നെ ഒരു എക്സ്റ്റൻഡർ പിന്നെ അവിടെയും കിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു എക്സ്റ്റൻഡർ നമുക്ക് അതൊരിക്കലും റിലയബിളും അല്ല. അങ്ങനെ നമ്മൾ പൈസ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് എക്സ്പെൻസീവായി വന്നേക്കോ ഒരിക്കലും. മാത്രമല്ല നമ്മളൊരു റൗട്ടറിൽ നിന്ന് എക്സ്റ്റൻഡറിലേക്ക് വയേർഡായിട്ട് കണക്ഷൻ കൊടുക്കുമ്പോഴാണ് പ്രോപ്പറായിട്ട് സ്പീഡ് കിട്ടുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ മെയിൻ റൗട്ടിൽ നിന്ന് എക്സ്റ്റൻഡറിലേക്ക് വയർലെസ് ആയിട്ട് നമ്മൾ നെറ്റിന്റെ കണക്ഷൻ എടുക്കുന്ന സമയത്ത് സ്പീഡ് എന്തായാലും ലോസ് ഉണ്ടാവുന്നതാണ്. സോ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഇതാണ്. അത് അഫോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ. സോ അതിന്റെ പ്രൈസ് കമ്പയർ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാൻ